നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സ്വരം കടുപ്പിച്ച് കോടതി. സംസ്ഥാനത്തെ വിജിലൻസ് പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ച് വീണ്ടും ഹൈക്കോടതി. ജേക്കബ് തോമസിനെ ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റാത്തതെന്തെന്ന് ചോദ്യം. വിവിധ വിഷയങ്ങളിൽ വിജിലൻസിന്റെ അനാവശ്യ ഇടപെടലുണ്ടായിട്ടും സർക്കാർ മൗനം പാലിക്കുന്നത് എന്തിനെന്നും കോടതി. അതേസമയം തടവ് പുള്ളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനും തിരിച്ചടി. ആഘോഷങ്ങളുടെ പേരിൽ പ്രതികളെ വിട്ടയക്കുന്നത് ഉചിതമാണോ എന്ന് ഹൈക്കോടതി. പരാമർശം തടവ് പുള്ളികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ. കേസ് ഏപ്രിൽ 12-ന് വീണ്ടും പരിഗണിക്കും. കേരള പിറവിയുടെ 60-ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് TP കേസ് പ്രതികളെ ഉൾപ്പെടെ ശിക്ഷാ ഇളവിന് വിധേയരാക്കുന്നു എന്ന വാർത്ത ഏറെ വിവാദമായിരുന്നു. കൊടിസുനിയും മുഹമ്മദ് നിസാമും പട്ടികയിൽ ഇടം പിടിച്ചെന്ന് റിപ്പോർട്ട് വന്നെങ്കിലും സർക്കാർ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. കണക്കു തെറ്റിയ പരീക്ഷണം. ചോദ്യപേപ്പർ വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിപക്ഷ നേതാവിന്റെ സത്യാഗ്രഹം. SSLC+1 പരീക്ഷാ ക്രമക്കേടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം. സർക്കാർ ശ്രമം ജീവനക്കാരെ ബലിയാടാക്കി ഉന്നതരെ സംരക്ഷിക്കാനെന്നും ആക്ഷേപം. അതേസമയം സർക്കാർ റദ്ദാക്കിയ SSLC കണക്കു പരീക്ഷ നാളെ നടക്കും. ഉച്ചയ്ക്ക് 1:30-ക്ക് നടക്കുന്ന പരീക്ഷയ്ക്കായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ്. 54 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 12 വരെയും 17 മുതൽ 24 വരെയുമാണ് മൂല്യനിർണ്ണയം. വിളി വന്ന വഴി തേടി. മുൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനെതിരായ ആരോപണങ്ങളിൽ ജസ്റ്റിസ് PS ആന്റണി ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. ശശീന്ദ്രനെ വിളിച്ച യുവതി ആര്, എന്തുദ്ദേശത്തോടെ തുടങ്ങിയ വിഷയങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ. സ്വകാര്യ മാധ്യമം സംപ്രേഷണം ചെയ്തത് എഡിറ്റ് ചെയ്ത സംഭാഷണമാണോ എന്നതിൽ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് PS ആന്റണി. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിലും അന്വേഷണം. കമ്മീഷന്റെ പ്രവർത്തനം കൊച്ചി കേന്ദ്രീകരിച്ചാകുമെന്നും ജസ്റ്റിസ് PS ആന്റണി. അതേസമയം ശശീന്ദ്രന് കെണിയൊരുക്കിയ ഹണി ട്രാപ്പിൽ രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് ഇന്റലിജൻസ് വിഭാഗം. മാധ്യമ സ്ഥാപനം നിയോഗിച്ച ജീവനക്കാരി മന്ത്രിയുമായി അടുപ്പം സ്ഥാപിച്ചത് 7 മാസം മുമ്പെന്ന് നിഗമനം. യുവതിയുടെ ചിത്രങ്ങളും വിവരങ്ങളും ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് കൈമാറി. നിലപാടറിയിച്ച് സുപ്രീം കോടതി. ദേശീയപാതയോരത്തെ മദ്യവിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കാൻ സമയം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ സുപ്രീം കോടതി തീരുമാനം നാളെ. ഹൈവേകളിൽ നിന്ന് 500 മീറ്റർ പരിധിയിലുള്ള ബാറുകൾ പൂട്ടണമെന്ന വിധിയിൽ ഉദ്ദേശിച്ചത് മദ്യനിരോധനമല്ല. ഹൈവേകളിലെ മദ്യവിൽപ്പന ഗൗരവമേറിയതെന്നും സുപ്രീം കോടതി. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന റോഡപകടങ്ങളെക്കുറിച്ച് ആരും പറയുന്നില്ല. ദേശീയപാതയോരത്തെ മദ്യവിൽപ്പന ചോദ്യം ചെയ്തതിലധികവും സ്വകാര്യ വ്യക്തികൾ. സംസ്ഥാന ഹൈവേ ഏതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കെന്നും കോടതി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ, പവൻ 21,800 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.